വെൽക്കം ടു നീതാസ് ടേസ്റ്റ്ലാൻഡ്. ഞാൻ നീത രാജീവ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കപ്പ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. കപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് റെസിപ്പി ചെയ്യണമെങ്കിലും കപ്പ എങ്ങനെ തന്നാലും നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഉണക്ക കപ്പയായാലും കപ്പ വറുത്തതായാലും അതുപോലെ തന്നെ നമ്മുടെ കപ്പ പുഴുക്കായാലും കപ്പയും മീൻകറിയും ഏത് രീതിയിൽ കപ്പ തന്നാലും നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ ഇതൊന്നല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ വടയാണ്. കപ്പ വട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രോസസ് ഉണ്ട്, വലിയ പ്രോസസ് ഒന്നല്ല. രണ്ട് രീതിയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോ ഒരു സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ റെസിപ്പീസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഡിഷായിട്ടും അങ്ങനെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. രണ്ട് രീതി കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കപ്പ പച്ചക്കപ്പ ഉപയോഗിച്ചിട്ട് ചെയ്യരുത്. കപ്പ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക. ഈ റെസിപ്പി ചെയ്യുമ്പോൾ കപ്പ വല്ലാതെ ഓവർ കുക്കായി ഉടഞ്ഞു പോകുന്ന രീതിയിലായി പോകരുത്. അതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് കപ്പ വേവിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും നമ്മുടെ കപ്പ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പ പകുതി കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കും. കപ്പ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കുന്നേ ഇല്ല. വലിയ പീസായിട്ട് ഇപ്പൊ നമ്മള് കപ്പ പുഴുങ്ങില്ലേ, എന്താ പറയാ, ഞങ്ങളിവിടെ കപ്പ പുഴുങ്ങാന്ന് പറയണേ. ഇപ്പൊ നമ്മള് കപ്പയും കാന്താരിമുളകിന്റെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കപ്പ വേവിച്ചെടുക്കും. ഇതിപ്പോ ഒരു കപ്പയെ നമുക്കൊരു 3-4 നമ്മുടെ കയ്യിലുള്ള കപ്പയുടെ വലിപ്പം അനുസരിച്ചിട്ട് 3-4 ആയിട്ട് കട്ട് ചെയ്യാം. നമ്മളിപ്പോ സാധാരണ നമ്മള് കപ്പ പുഴുങ്ങിയെടുക്കുമല്ലോ, ഒരു സാധാരണ നമ്മള് വീട്ടില് കപ്പ പുഴുങ്ങാൻ എടുക്കുമ്പോൾ നമ്മൾ റൗണ്ടില് കട്ട് ചെയ്യുമല്ലോ, ഇത്ര ഒരു വലിപ്പത്തിലൊക്കെ. പക്ഷെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 8-10 സെന്റിമീറ്റർ നീളത്തിൽ തന്നെ കപ്പ കട്ട് ചെയ്യുക. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ കുക്ക് ആയതിനു ശേഷം, കപ്പ കുക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മള് വെള്ളം തിളപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു 8 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത കപ്പയുടെ പീസ് ഇടുക. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊന്നും എടുക്കണ്ട. അങ്ങനെ തന്നെ കപ്പയുടെ തൊലി കളഞ്ഞ് റൗണ്ടിൽ കട്ട് ചെയ്ത് തന്നെ നമ്മൾ ഇടുക. അതിനുശേഷം അതൊന്ന് കുക്കായി വരുമ്പോ ഒരു 80% കുക്കാവുക. ഓവർ കുക്ക് ആയി പോകരുത്. നമ്മളിപ്പോ കപ്പ പുഴുക്കിനും അതുപോലെ തന്നെ കപ്പ ഉടച്ചതൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് കുക്കായി പോകരുത്, കപ്പ ഉടഞ്ഞു പോകരുത്. ഒരു 80% കുക്കിംഗ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലിപ്പോ ഫോർക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു ഫോർക്ക് എടുത്തിട്ട് ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ കപ്പ ഒന്ന് പൊട്ടി തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും കപ്പ ഒന്ന് രണ്ടായിട്ട് പൊട്ടി തുടങ്ങും പകുതി ആയി കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് പതുക്കെ കുത്തി നോക്കുക. ഫോർക്ക് നന്നായിട്ടൊന്ന് നമ്മൾ കുറച്ച് ബലം കൊടുക്കുമ്പോൾ ഫോർക്ക് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത്ര കുക്ക് ചെയ്താൽ മതി. ഒരു 80% നമ്മൾ കപ്പ കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഗ്രേറ്റ് ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് ഉടച്ചിട്ട് കപ്പ വട ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഉടയ്ക്കും തോറും അത് നന്നായിട്ട് കട്ടിയായി വരുമ്പോൾ നമുക്ക് അത് ഒട്ടും പെർഫെക്റ്റ് ആവില്ല. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം ഈ ഒരു 80% കുക്കായതും അതുപോലെ വലിയ പീസായിട്ട് നമ്മൾ വേവിച്ചെടുത്തതുമായിട്ടുള്ള കപ്പയാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പൊ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത കപ്പ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോ ഇതില് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവോ, സാധാരണ ഞാൻ ചെയ്യുമ്പോൾ കടലമാവ് ചേർക്കാറുണ്ട്. അപ്പോ കുറച്ച് കടലമാവ് നമുക്കൊന്ന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ചില കപ്പ നമുക്ക് കിട്ടുന്ന കപ്പ നല്ല കപ്പയാണെങ്കിൽ എന്താ പറയാ, നല്ല ഇൻസൈഡ് ഒക്കെ നല്ല വെളുത്തിരിക്കുന്ന കപ്പയാണെങ്കിൽ നമുക്ക് കടലമാവൊന്നും ചേർക്കേണ്ടി വരില്ല. അത് നമുക്ക് കിട്ടുന്ന കപ്പ അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ ചെയ്യുന്നത് വെജിറ്റേറിയൻ വേർഷൻ ആയിട്ടാണ്, പ്യുവർ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ്. മറ്റൊരെണ്ണം നമ്മള് ഒരു 10-12 വട ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഗ്ഗില് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് ബീറ്റ് ചെയ്യുക, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയാണ്, അല്ലാതെ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് രീതിയിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ വീട്ടില് അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും അച്ഛനമ്മമാർക്കും പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന അത്ര സോഫ്റ്റ് ആണ്. പിന്നെ എരിവിന്റെ കാര്യത്തില് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോ കാണാൻ ഭംഗിക്കും അതുപോലെ തന്നെ നമ്മളെല്ലാ വടകളും ചെയ്യുമ്പോൾ ചുവന്ന കളറിൽ തന്നെ ഇപ്പൊ പരിപ്പുവട പോലെ തന്നെ എല്ലാ വടകളും ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്താ എല്ലാ വടയും ഒരുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇപ്പൊ കപ്പവട ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കാറുള്ളൂ. കൂടുതലായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഞാനിപ്പോ പെപ്പർ പൗഡർ ഒന്നും ആഡ് ചെയ്യാറില്ല ഇവിടെ ചെയ്യുമ്പോൾ, പച്ചമുളകാണ് ചേർക്കുന്നത്. പക്ഷെ ഇതിൽ ചെറിയ എരിവേ ഉള്ളൂ, വളരെ ചെറിയ എരിവേ ഉള്ളൂ. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പാകത്തിലുള്ള എരിവിലാണ് ഞാനിതിപ്പോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള കപ്പവട ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ.
നമുക്ക് കപ്പ ഉപയോഗിച്ചിട്ട് വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് കപ്പ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 1.25 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. 1.25 കിലോ കപ്പ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോ പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അളവനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന കപ്പയുടെ അളവനുസരിച്ചിട്ട് ചേർക്കുക. കപ്പ ഒരു വലിയ പീസ് കപ്പയും 3ആയിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തു. വല്ലാതെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യരുത്. ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു 3 വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് സവാള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കടലമാവാണ്. അത് നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യമാണ്. നമ്മൾ ഉപ്പ് കപ്പയിൽ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം. പിന്നെ നമ്മൾ കപ്പ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും വേണം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ കപ്പ കുഴച്ചെടുക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളകിന്റെ അളവൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. ഇതിപ്പോ ഞാൻ ഒരു 5 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല എരിവുള്ള പച്ചമുളകല്ല. അതുകൊണ്ട് തന്നെ പച്ചമുളകിന്റെ എണ്ണം നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർക്കാം. നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് കപ്പ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. നമ്മുടെ വടയ്ക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ അധികം ചേർക്കുന്നില്ല. പച്ചമുളകാണ് അധികം ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടയുടെ ആ ഒരു കാണാനുള്ള ഭംഗി മാറിപ്പോവും. അതുകൊണ്ട് മുളക് പൊടി അധികം ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ഇഞ്ചി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇഞ്ചിയും നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഇതിപ്പോ 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മള് ഇപ്പൊ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമുക്ക് ബോളാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ബോളാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുകയാണെങ്കിലും അല്ലാതെ ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കാതെ കടലമാവ് ചേർക്കാൻ പറഞ്ഞത്. അപ്പൊ അരിപ്പൊടി ചേർന്നിട്ട് വരുമ്പോ വല്ലാതെ ഹാർഡായി പോകും. അത്ര ഹാർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് വട കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കടലമാവ് ചേർക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഇനി അരിപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. പക്ഷെ കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കടലമാവ് ചേർക്കാനാണ്. അത് നമ്മൾ എടുത്തിരിക്കുന്ന കപ്പയുടെ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോൾ ഉരുട്ടുമ്പോ ഉരുണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കപ്പയ്ക്ക് ഇപ്പൊ ചില കപ്പയാണെങ്കിൽ നല്ല കപ്പയായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന കപ്പയുടെ ഇതനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതി. അത് ഓപ്ഷനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കപ്പ അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഞാനിപ്പോ എന്തായാലും മിക്സ് ചെയ്ത് നോക്കട്ടെ ഈ കപ്പ എങ്ങനെയുണ്ട്. കപ്പ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. മിക്സ് ചെയ്ത് വരുമ്പോഴും വലിയ തെറ്റ് തോന്നുന്നില്ല. വളരെ കുറച്ച് കടലമാവ് ചേർത്താൽ മതിയാവും എനിക്ക് തോന്നുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ കപ്പയുടെ മിക്സ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ എരിവ് കറക്റ്റ് ആണോ നോക്കുക. ഞാൻ ആദ്യം ഒരു 5 പച്ചമുളക് ചേർത്തിരുന്നു. അതിനുശേഷം ഞാൻ എരിവ് നോക്കിയപ്പോൾ എരിവ് കുറവായതുകൊണ്ട് 3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണ് എടുത്തതെങ്കിൽ എരിവ് കുറവായിരുന്നു. അപ്പൊ ഞാൻ ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ആകെ 8 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും സവാളയൊന്നും കൂടുതലായിട്ട് ചേർത്തിട്ടില്ല. ഞാൻ പിന്നെ ഇതിലേക്ക് കടലമാവ് ചേർത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പോ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കി. നമുക്ക് കിട്ടുന്ന കപ്പ നല്ല കപ്പയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഉരുട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് ബോളാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമ്മളൊന്ന് പരത്തി നോക്കുക. പരത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കടലമാവ് ചേർക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ പരത്തി എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കടലമാവ് ചേർത്തിട്ടില്ല. ഒട്ടും കടലമാവ് ചേർക്കാതെ കപ്പ മാത്രമേ ഇതിലുള്ളൂ. ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള വടയാണോ വേണ്ടത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ ബോൾസ് ഉരുട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവാം കയ്യില്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കപ്പ ഒട്ടി പിടിക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടി വരും. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് പതുക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം വട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു വലിപ്പമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വടയ്ക്ക്. ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കുക. നമ്മളൊരു പ്ലേറ്റിൽ വെക്കുക. കുറച്ച് വട റെഡിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് എണ്ണ ചൂടാക്കാൻ വെക്കുക. അപ്പൊ നമുക്ക് വേഗം തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ
നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോ ആ രീതിയിൽ ഇഫ്താറിന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ കപ്പവട ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ വീട്ടിലുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് വട ഉരുട്ടി ബോൾസ് റെഡിയാക്കിയതിനു ശേഷം പരത്തിയെടുപ്പിക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ വട പരത്തിയെടുക്കുക. വല്ലാതെ അങ്ങ് തിക്കുമായി പോകരുത്, വല്ലാതെ അങ്ങ് തിന്നുമായി പോകരുത്. ചെറിയൊരു തിക്നെസ്, ഇപ്പൊ നമ്മുടെ പരിപ്പ് വടയേക്കാളൊക്കെ കുറച്ച് തിക്നെസ് ഉണ്ട്. ആ രീതിയിലാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോ കുക്കിംഗ് ടൈം എന്ന് പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെ വടയുടെ ഈ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കപ്പ വേവിച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കുക്കിംഗ് ടൈം ഒന്നും വരാനില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഈ ബോൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മള് നമ്മുടെ ബോൾസ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 2 ഷേപ്പിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഷേപ്പ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അപ്പൊ ഞാനതൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഒരു ബോൾ ഇവിടെ പരത്താതെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഞാനിപ്പോ അതാണ് എടുത്തത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിൽ കുറച്ച് എണ്ണ തടവി, സ്റ്റിക്ക് ആവാത്ത രീതിയിൽ എണ്ണ തടവുക. ഇതിപ്പോ ഈ ഒരു രീതിയിലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാത്രം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇതിന്റെ അടിഭാഗം നന്നായിട്ട് ഉരുണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇതിലേക്ക് എണ്ണ തടവിയതിനു ശേഷം ഒരു ബോൾ വെച്ചു. പിന്നെ നമ്മൾ എടുത്തത് ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ അടിഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കണം. അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ വെച്ചിട്ട് പ്രസ് ചെയ്ത്, ഇപ്പൊ നമ്മള് ടേബിളിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഗ്ലാസിന്റെ അടിഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എല്ലാ സൈഡും പ്രസ് ആയി കഴിയുമ്പോൾ നമ്മള് തിരിച്ച് കയ്യിലേക്ക് വെക്കുക. ഒന്ന് പതുക്കെ തട്ടുക. കണ്ടോ, ഇതുപോലെ വിട്ടു പോകുന്നു. ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ബോൾസ് പരത്തിയെടുത്തിട്ട് പൊട്ടി പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഈ ഒരു രീതി ഈസി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ രീതി പറഞ്ഞു തന്നത്. നമ്മൾ കയ്യിലെടുത്തിട്ട് തന്നെ പരത്തണമെന്നൊന്നുമില്ല. ഇതുപോലെ ചെയ്താലും നമുക്ക് പരത്തിയെടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിപ്പോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ വടയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയുടെ ചൂട് നമ്മൾ ശ്രദ്ധിക്കണം, ചൂട് കൂടി പോകരുത്. പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. നമുക്ക് ഒരു സമയം എത്ര എണ്ണം ഫ്രൈ ചെയ്യാൻ പറ്റുമോ നമ്മുടെ പാനിന്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോ നമുക്ക് ഞാൻ കടലമാവ് ചേർക്കാൻ പറഞ്ഞു. ഞാനിപ്പോ ഇതിൽ കടലമാവ് ചേർത്തിട്ടില്ല. അപ്പൊ കടലമാവിന് പകരം നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർത്താലും നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോ നല്ല കപ്പ ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ കടലമാവ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം. ഇതിൽ രണ്ടിലേതെങ്കിലും ചേർക്കുന്നതാണ് നല്ലത്. അരിപ്പൊടി മാത്രം നമ്മൾ ചേർക്കാതിരിക്കുക പരമാവധി. അരിപ്പൊടി ആണെങ്കിൽ വല്ലാതെ അങ്ങ് ടൈറ്റ് ആയി പോകും, കുറച്ചും കൂടി ഹാർഡായി പോകും നമ്മുടെ കപ്പ. നമ്മൾ 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വട എണ്ണയിലേക്ക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വട ഒരു സൈഡ് റെഡിയായി വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. വല്ലാതെ അങ്ങ് ഷെയ്ഡ് മാറിപ്പോകണ്ട. അതുപോലെ തന്നെ കപ്പ കുക്കായതാണ്. അപ്പൊ വല്ലാതെ അങ്ങ് ഷെയ്ഡ് മാറിപ്പോകണ്ട. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി നമ്മുടെ ഓണിയൻസിന്റെ ഓണിയൻസ് ഒന്ന് ഫ്രൈ ആയ ഒരു കളർ വരുമല്ലോ, ആ ഒരു കളർ മതിയല്ല. അത് നമ്മളിപ്പോ കട്ട്ലറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരില്ല. നമ്മുടെ വടയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പൊ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടി റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ വടയ്ക്ക് വരുന്നത്. നമ്മുടെ ഓണിയൻസ് ഒക്കെ ഒന്ന് ലൈറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോ ആദ്യത്തെ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഈ മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ചേർക്കും. വട ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മുട്ട ചേർത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വട മാത്രം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. പക്ഷെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന വടയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ മുട്ട വേഗം കുക്കായി പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഇനി ഇതൊരു സൈഡൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ വട ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം.
നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തിരിക്കുന്ന വടയ്ക്ക് വളരെ ചെറിയ എരിവേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ വടയുടെ കളർ മാറിപ്പോവും. ഈ ഭംഗിയുള്ള ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൊടിയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എരിവുണ്ടാവും. നമ്മുടെ ആദ്യത്തെ വടയേക്കാളും കുറച്ചുകൂടി എരിവുണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 രീതിയും കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മളിപ്പോ 2 രീതിയിലും കപ്പ വട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്തതുകൊണ്ടും അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ടാണ് ഈ കളറ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ ആവും. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലെ ഒരു വടയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പരിപ്പുവട പോലെ കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കൂടുതൽ പച്ചമുളക് ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ട് വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ 2 രീതിയിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഫ്താറിന് എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ 2 രീതിയിലും വട ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സർപ്രൈസ് ആവട്ടെ. ഇപ്പൊ ഡെയിലി നമ്മളിപ്പോ ഒരേ റെസിപ്പീസ് തന്നെ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കപ്പ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വട ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് പൊട്ടറ്റോ വട എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ഏകദേശം റെസിപ്പി. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ പൊട്ടറ്റോ വട നമ്മള് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് വീടുകളിൽ. കപ്പ വടയാകുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും വൈകുന്നേരം ചായയുടെ കൂടെയും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.